അസ്സലാമലൈക്കും. കുറച്ച് കാലത്തിന് ശേഷമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ചെറിയ യാത്രകളിലായിരുന്നു, അതുപോലെ തന്നെ വർക്കുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് യാത്രകളിലായിരുന്നു. അപ്പോൾ വീട്ടിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. വീട്ടിലെത്തിയ സമയത്ത് എൻ്റെ യാത്രകളിൽ കണ്ട കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് നമ്മുടെ അസീൽ വളർത്താനൊരു ചെറിയ മോഹം. അസീൽ നമ്മൾ ഇതുവരെ കാര്യപ്പെട്ട് വളർത്തിയിട്ടില്ല. അസീൽ വളർത്താൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ നമുക്കൊരു പെര ഷെഡ് അല്ലെങ്കിൽ ചെറിയൊരു കൂട് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. ഇതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ സ്ഥലം, ഈ ഫ്രെയിമും ഈ നെറ്റും നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഷെഡ് പൊളിച്ചതാണ്. അപ്പോൾ അത് ഉപയോഗപ്പെടുത്തിയിട്ട് കുറച്ച് കല്ലും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇവിടെ ചെറിയൊരു ഷെഡ് അടിക്കാനുള്ള പ്ലാനിലാണ്. അപ്പോൾ എളുപ്പത്തിൽ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ എങ്ങനെയാണ് ഒരു കോഴിക്കൂട് അല്ലെങ്കിൽ ഒരു ഷെഡ് സെറ്റപ്പ് ചെയ്യാനുള്ള രീതിയാണ് ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് ഫസ്റ്റ് അടിയിൽ ഒരു 2 വരി കല്ല് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഫ്രെയിം കെട്ടി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ റൂഫ് അടിക്കുക എന്നുള്ളതാണ് നിലവിലുള്ള പ്ലാന്. അപ്പോൾ ഈ 2 സൈഡും ഈ ഇടയിലൊക്കെ നമ്മുടെ തേക്ക് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ലെഫ്റ്റ് ഭാഗത്ത് നിൽക്കുന്നത് നമ്മുടെ കഴനിയാണ്, ഇപ്പുറത്ത് നിൽക്കുന്ന തേക്ക്. അപ്പോൾ അതിൻ്റെ വേരുകളുള്ളത് കൊണ്ട് തന്നെ വെട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാനും അനിയനാണ് അവിടെ നിന്ന് പണിയെടുക്കുന്നത്. അപ്പോൾ 4 ഭാഗവും നമ്മൾ കല്ല് വെച്ചിട്ടുണ്ട്. അടിയിലൊരു 2 വരി കല്ല് 4 ഭാഗവും വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ മറ്റേ ഈ ബാക്കി ഉണ്ടായിരുന്ന ഷെഡ് പൊളിച്ചിട്ട് ബാക്കി ഉണ്ടായിരുന്നതിൻ്റെ തുണ്ടുകൾ വെച്ച് കെട്ടിയതാണ്. ബാക്കിൽ നമ്മൾ പച്ചനെറ്റ് കൊണ്ട് താൽക്കാലികമായി മറച്ചിട്ടുണ്ട്. ഇത് ചെറിയൊരു തട്ടിക്കൂട്ട് സെറ്റപ്പാണ്. അവർക്ക് സുഖമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പാണ്. അപ്പോൾ ഇനി ഇതിന് റൂഫും കൂടെ അടിച്ചാൽ മതി. റൂഫും കൂടെ അടിച്ചു കഴിഞ്ഞാൽ പണി കലാസ്. അപ്പോൾ നമ്മുടെ കൂടിൻ്റെ പണി ഏകദേശം കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ടോമി അതിൻ്റെ ഇടയിൽ കൂടെ കണ്ടിക്കൊണ്ടില്ല. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ അസീൽ വിടാനുള്ള പ്ലാനിലാണ്. നിലവിലിപ്പോൾ നമുക്ക് അസീൽ കുഞ്ഞുങ്ങളേ ഉള്ളൂ, കുഞ്ഞുങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നിലവിൽ നമുക്കിപ്പോൾ അതിൻ്റെ ഉള്ളിൽ വേറെ എന്തെങ്കിലുമൊക്കെ വിടാം എന്നുള്ളൊരു പ്ലാനിലാണ്. അപ്പോൾ ഇങ്ങനെയാണ് എന്താ പറയുക, ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് എങ്ങനെയാണ് ഒരു കോഴിക്ക് തട്ടിക്കൂട് ഷെഡ് ഉണ്ടാക്കുക എന്നുള്ളത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ ഉള്ളിൽ കോഴിനെ വിടുന്ന സമയത്ത് ഇതിൻ്റെ കള്ളിൻ്റെ വലുപ്പം കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ മറ്റേ പാമ്പ് എളുപ്പത്തിൽ കയറും. അപ്പോൾ പാമ്പ് വരാത്ത അല്ലെങ്കിൽ അതടിക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ പച്ച നെറ്റോ അല്ലെങ്കിൽ അതിനേക്കാളും ചെറിയ കള്ളിയുള്ള മെഷ് വെച്ചിട്ട് വേണം അടിക്കാൻ ശ്രമിക്കേണ്ടത്. ഇതിവിടെ ഇപ്പോൾ നമുക്കങ്ങനെ പാമ്പിൻ്റെ ശല്യം കാര്യമായിട്ടില്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ ധൈര്യത്തിലേക്ക് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ വലിയ കോഴികളിനെ ഇടാനുള്ള പ്ലാനിലുമാണ്. നമ്മൾ കൂട്ടിൻ്റെ ഉള്ളിൽ ഇപ്പോൾ കോഴികളൊന്നും ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം സുട്രൂനും മുട്രൂനും ഓടിക്കളിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ കുറച്ചു നേരം നമുക്ക് ഓടിക്കളിക്കാൻ വേണ്ടിയിട്ട് ഇതിനുള്ളിൽ വിടാം. ഒരു പുതിയ കൂട് കണ്ടിട്ട് അവരെന്തോ സെറ്റപ്പ് അറിയാണ്ട് തപ്പിയും കൊണ്ട് നടക്കുക. മറ്റവരിനും വിടണം. ഇത് പിങ്കിയും ഡിങ്കിയും ഇവരിനെയും കൂടെ അതിൻ്റെ ഉള്ളിൽ ഇടാന്ന് വിചാരിച്ചു. എന്തായാലും ഇപ്പോൾ കെട്ടിയതല്ല. പിങ്കിയും ഡിങ്കിയും ഇവരും പുതിയ കൂട് കണ്ടതിൻ്റെ പേടിയിലാണ്. പിങ്കി സുട്രുവിൻ്റെ അടുത്ത് പോയിട്ടുണ്ട്. അവരെന്തൊക്കെയോ തേക്കിൻ്റെ ഇലയാണ്, അതൊക്കെ കടിച്ച് നോക്കുന്നുണ്ട്. വാലെടുത്ത് അടയ്ക്കണോ? മുട്ടറാറുണ്ട്. വാലടിക്ക്. ശരിക്കും പറഞ്ഞാൽ ആ കള്ളികൾ ചെറുതാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ കള്ളിക്ക് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അടിപൊളി മുയൽക്കൂടാണ്. അവർക്ക് സൂപ്പറായിട്ട് ഓളിക്കളിക്കാൻ പറ്റുന്ന കോലത്തിലുള്ള മുയൽക്കൂടാണ്. സൂട്ടറും മുട്ടറും പിങ്കിയൊക്കെ ഇടയിൽ കൂടെ എത്തി നോക്കുന്നുണ്ട്. അതേ സംഭവം നോക്കിയിട്ട്